പുതിയ സ്ഥലമല്ലേ. മോള് പോയി കുളിച്ചിട്ട് വാ, ഞാൻ കഴിക്കാൻ എടുത്തു വയ്ക്കാം. ദാ തോർത്തും സോപ്പും ഉണ്ട്. അമ്മ അടുക്കളയിലേക്ക് ചെല്ലട്ടെ, അവിടെ എന്തായെന്ന് അറിയില്ല. എല്ലാം ഒന്ന് വ്യക്തമായിട്ട് അറിയണം. ശരി അച്ഛാ. ആ പേപ്പർ എവിടെ? ഈ പത്രം മുറ്റത്തേക്ക് വിളിച്ചറിഞ്ഞ എന്തിനാ? എത്ര പറഞ്ഞാലും അവൻ ഉമ്മറത്ത് കൊണ്ടുവെക്കില്ല. നീ വരുമല്ലോടാ, നീ ഇങ്ങോട്ട് വാ, അടുത്ത തവണ ശരിയാക്കി തരാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അയ്യോ, ഓഹരി വിപണിയിൽ കണത്തിടുവോ? ഈശ്വര, അതിന് ഭരതമാമയ്ക്ക് ഷെയർ വല്ലതും ഉണ്ടോ? എനിക്ക് ഷെയർ ഒന്നുമില്ല. എന്നാലും എല്ലാം കൂടി ഇങ്ങനെ ഇടിഞ്ഞു വീഴുമ്പോഴേ നമുക്കൊരു വിഷമം ഉണ്ടാവില്ല. അങ്ങനെ കാമുകനോടൊപ്പം ഒളിച്ചോടിപ്പോയ ഭാര്യയെ തിരികെ കൊണ്ടുവന്ന് അതേ കാമുകനോടൊപ്പം കല്യാണം നടത്തി കൊടുത്ത് ഭർത്താവ് മാതൃകയായിന്ന്. ചായ. സന്തോഷായി മോളെ. പുതുപ്പെണ്ണിന്റെ കയ്യിൽ നിന്ന് ചായ കുടിക്കണമെന്ന് മാമനിത് ഇപ്പൊ ആലോചിച്ചല്ലോ. ഭരതമാമ എന്നെ ആദ്യമായിട്ടാണോ കാണുന്നത്? നീയായിരുന്നോ? നീ എന്തിനടി ചായ കൊണ്ടുവന്നേ? ജലജമായി പറഞ്ഞിട്ട്. അതല്ല, ഞാനേ അമൃതമോളുടെ കൈ കൊണ്ട് ചായ കുടിക്കാൻ ആഗ്രഹിച്ച. നിങ്ങളുടെ ആഗ്രഹം നടന്നത് തന്നെ. അതെന്താടി? അമൃതമോളെ ഇതുവരെ എഴുന്നേറ്റിട്ട് പോലുമില്ല. ജലജേച്ചി അവളെ വിളിച്ചുണർത്താൻ പോയിട്ടേ ഉള്ളൂ. അയ്യോ, അത് കൊള്ളാലോ. അമൃതമോൾ ഇനി എഴുന്നേറ്റില്ല. എടാ ശ്രീ, ഓ എന്റെ ശ്രീനാഥേ, ഇതൊന്നും അത്ര നല്ല ശീലമല്ല. എടാ, കുടുംബത്തെ പ്രഥ പെണ്ണുങ്ങള് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എണീക്കണം. ഇനി നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് അവളാണോ? ആണോ? അപ്പൊ ഇനി ഒട്ടും ശരിയാവില്ല. ഇങ്ങനെ തോന്നുന്ന സമയത്ത് എഴുന്നേറ്റ് വന്നാൽ ഒട്ടും ശരിയാവില്ല. അതെങ്ങനെയാ? വലിയ കുടുംബത്തിലെ കൊച്ചല്ലേ, അവിടുത്തെ രീതികളൊക്കെ ചിലപ്പോ ഇങ്ങനെയായിരിക്കും. അതൊക്കെ നമ്മുടെ അമ്പിളി മോള്. ഇങ്ങോട്ട് നോക്കിയേ, പുലർച്ചെ എഴുന്നേറ്റ് കുളിച്ച് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി നിലവിളക്കൊന്ന് കത്തിച്ചാലേ ഈശ്വര അവൾക്കൊരു സമാധാനാവൂ. കണ്ണിന്റെ മുന്നിലുള്ള മാണിക്യത്തിന്റെ വിലയറിയാതെ മുക്കുവണ്ടത്തിന്റെ പുറകെ പോയവരുടെ കാര്യം എന്തു പറയാനാ? സാവിത്രിയമ്മ എന്താ ഈ പറയുന്നേ? അയ്യോ, ഞാനൊന്നും പറഞ്ഞില്ലേ. അതെ ഭരതമാമ. ഓ, സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് എഴുന്നേക്കുന്ന ഭരതമാമയുടെ മോളല്ലേ അമ്പിളി? അതെ. അവളവിടെ സുഖമായിട്ട് മൂടി പുതച്ച് കിടന്നുറങ്ങുന്നുണ്ട്. അത് പിന്നെ ഇന്നലെ കല്യാണത്തിന്റെ തിരക്കായിരുന്നല്ലേ, അതിന്റെ ക്ഷീണം ഉണ്ടാവില്ലേ? കല്യാണം കൂടാൻ വന്നവർക്ക് ക്ഷീണാവാം, പക്ഷെ കല്യാണ പെണ്ണിന് ക്ഷീണം പാടില്ലല്ലേ? അല്ല, ഒരു കുടുംബത്തിലേക്ക് വന്നു കഴിഞ്ഞാ അതിന്റേതായ ചില കാര്യങ്ങളല്ലേ മാളു? സാവിത്രിയമ്മായി, അമൃതേച്ചി ഇങ്ങോട്ട് വന്നിട്ടല്ലേ ഉള്ളൂ. ഈ വീടും ഇവിടുത്തെ ആൾക്കാരും ഇവിടുത്തെ രീതികളും ഒക്കെ ആയിട്ടൊന്ന് പൊരുത്തപ്പെട്ടു പോരാൻ ചേച്ചിക്ക് നമ്മൾ കുറച്ച് സമയം കൊടുക്കണ്ടേ? അവളോളൊരു ചേച്ചി. എന്താ എന്റെ പൊന്ന് സാവിത്രി, ഞാൻ നിന്നോട് എന്താ പറഞ്ഞേ? നിങ്ങൾ എന്തു പറഞ്ഞു? എന്റെ സാവിത്രി, അവൾക്ക് തോന്നുമ്പം അവൾ എണീക്കട്ടെ. ഒരു ജോലിയും ചെയ്യണ്ട. അവസാനം അവളെ കൊണ്ട് ചേച്ചിക്ക് മടുക്കണം. മനസ്സിലായോ? അമൃതയ്ക്ക് ഈ വീട്ടിൽ ഒരു സ്വസ്ഥത ഉണ്ടാവരുത്. ഒടുവിൽ ജീവിതം എടുത്ത് ശ്രീനാഥ് കെട്ടിയ താളിയും പൊട്ടിച്ചെറിഞ്ഞ് അവളി വീട്ടിൽ നിന്നിറങ്ങിപ്പോണം. അപ്പോഴേ ഈ ശ്രീനാഥും നമ്മുടെ ചേച്ചിയും നമ്മുടെ മോളുടെ വില മനസ്സിലാക്കൂ. എന്തെങ്കിലും പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാക്കുന്ന വെച്ചാ അതിനിടയ്ക്ക് മാളു കയറി വരും. ഇപ്പൊ തന്നെ കണ്ടില്ലേ അമൃതയ്ക്ക് വേണ്ടി ന്യായം പറഞ്ഞോണ്ട് വന്നത്. മാളു ഈ വീട്ടിലിങ്ങനെ കയറി ഇറങ്ങണതാ ഏറ്റവും വലിയ കുഴപ്പം. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ ആദ്യം അവളുടെ ഇങ്ങോട്ടുള്ള വരവ് നിർത്തണം.
മാളു വരാണ്ടായ പിന്നെ അമൃതയ്ക്ക് വേണ്ടി വായ തുറക്കാൻ ഇവിടെ ആരാള്? അവൾ ഒറ്റയ്ക്കായി കഴിഞ്ഞ പിന്നെ കാര്യങ്ങൾ എളുപ്പ. മാളു ഈ കുടുംബത്തിൽ കയറി ഓവർ സ്വാതന്ത്ര്യം കാണിക്കുന്നതേ എനിക്കും അത്രയ്ക്ക് പിടിക്കുന്നില്ല. എടീ, അവളെ ഒഴിവാക്കാൻ നീ എന്തെങ്കിലും വഴി കണ്ടെത്തിക്കോ. മാള് ഒഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ കാര്യങ്ങൾ എളുപ്പോ. നമ്മുടെ അമ്പിളി മോൾക്ക് നല്ലൊരു ജീവിതമാവും. ആ അമൃതേ, അമൃതേ, അമ്മു, അമ്മോ മോളെ എഴുന്നേക്ക്. ദേ കോഫി തണുത്തു പോവേ. അവിടെ വെച്ചേക്കമ്മേ, ഞാൻ കുടിച്ചോളാം. നേരെ എത്രയായിന്നറിയോ? എഴുന്നേറ്റ് കുളിച്ചിട്ട് വാ. ശ്ശോ, ഞാൻ കുറച്ചുകൂടെ ഒന്ന് ഉറങ്ങട്ടെ അമ്മേ. കുറച്ചുകൂടി എന്ന് പറഞ്ഞാലേ നേരെ ഉച്ചയാവേ. ഞാൻ എഴുന്നേറ്റോളാം, അമ്മ പൊക്കോ. ദേ കോഫി കുടിച്ചിട്ട് വേണമെങ്കിൽ വീണ്ടും കിടന്നോ. അമൃതേ എഴുന്നേക്കുന്നേ. അമൃതേ, അമ്മോ, അമൃത, അമൃതേ, അമൃത. അമൃതേ, മോളെ എണീക്കേ. അമ്മ കോഫി അവിടെ വെച്ചേക്ക്, ഞാൻ കുടിച്ചോളാം. അമൃതേ, എഴുന്നേക്ക്. മോളെ, നീ ഇപ്പൊ എവിടെയാ? ഞാൻ വീട്ടിലാണെന്ന് വിചാരിച്ചു. ആ, അതെനിക്ക് മനസ്സിലായി. ഉറക്കത്തിലേ അമ്മയോട് കാപ്പി ഇവിടെ വെച്ചിട്ട് പോകാനൊക്കെ മോള് പറയുന്നുണ്ടായിരുന്നു. സാരല്ല, പുതിയ സ്ഥലമല്ലേ. മോള് പോയി കുളിച്ചിട്ട് വാ, ഞാൻ കഴിക്കാൻ എടുത്തു വയ്ക്കാം. ദാ തോർത്തും സോപ്പും ഉണ്ട്. അമ്മ അടുക്കളയിലേക്ക് ചെല്ലട്ടെ, അവിടെ എന്തായിന്ന് അറിയില്ല. ആഹാ, ഇന്നും കപ്പപ്പുഴുക്കും കഞ്ഞിയുമാണ് സാവിത്രമായി. ദോശക്കാണെന്ന് പറഞ്ഞ് ജലജമായി മാവ് അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. മാവ് അരച്ചു വെച്ചിട്ടുണ്ടെങ്കിലേ അത് അവിടെ തന്നെ ഇരിക്കട്ടെ. ഈ കപ്പപ്പുഴുക്കിനും കഞ്ഞിക്കും വല്ല കുഴപ്പമുണ്ടോ? അത് അതല്ല സാവിത്രി,